ഹായ് ഓൾ, SCERT പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഉദ്ധരണികളുടെ രണ്ടാമത്തെ പാർട്ടാണിത്. പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. റൂസോയുടെ വാക്കുകൾ നോക്കാം. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരിയെന്ന് പ്രഖ്യാപിച്ചു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിനു മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം ലൂയി 15. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേണി. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആൻറ്റോയിനെറ്റ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനി. ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ഇത് യാസർ അറാഫത്തിൻ്റെ വാക്കുകളാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞത് എൻ ഗ്ലാഡൻ. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിനു മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുന്നുവെന്ന് സ്വയം ചോദിക്കുക. മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് വില്യം ബെൻഡിക് പ്രഭു. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്. ഇന്ത്യയിലെ ഗോത്രകലാപങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് കെ സുരേഷ് സിംഗ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നു എങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് പറഞ്ഞത് TH ബേബർ. വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ഇങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യ കാലത്തെ തൊഴിലാളി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസിയാസ്കിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കിയെന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഗാന്ധിജി. പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞത് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി. മാഡം കാമ തൻ്റെ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ എഴുതിയ വരികളാണിവ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭു. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. രാജാ റാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. ഇങ്ങനെ പറഞ്ഞത് കേശവചന്ദ്ര സെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഇങ്ങനെ പറഞ്ഞത് വീരേശലിംഗം ബന്ദലു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇങ്ങനെ പറഞ്ഞത് ഡോക്ടർ DS കൗതാരി. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. ജെർമി ബന്ധം. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. ഇങ്ങനെ പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇങ്ങനെ പറഞ്ഞത് പ്ലേറ്റോ. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഇങ്ങനെ പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിവ. കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.